അഭീക്ക് തുറന്നു സംസാരിക്കുന്ന സ്വഭാവമാണ്, പറഞ്ഞു. ദീനു ബാബുവിനെ വളർത്തിക്കൊണ്ടുവന്നത് ഭവാനി ബാബു. ലാൽട്ടു ബാബു ചോദിച്ചു. എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഭവാനി ബാബു സുധീർ ചേട്ടന്റെ തിരഞ്ഞെടുപ്പിൽ സഹായിച്ചില്ലേ? അതെങ്ങനെ? നമ്മളും ആ സഹായം സ്വീകരിച്ചതെന്തിന്? മനുഷ്യൻ മാറാമല്ലോ. ഭവാനിക്ക് തന്റെ തെറ്റു മനസ്സിലായി. മോഹൻലാലിന്റെ കൂടെ വ്യവസായത്തിനിറങ്ങുന്നു. രാഷ്ട്രീയത്തിന്റെ നടത്തിപ്പനുസരിച്ച് ശത്രുത വളർത്തുക, തന്റെ സംഘടനയെ വളർത്തുക, കൂടുതൽ ശക്തമാക്കുക. ഈ നാട്ടിലെ അധികം വ്യവസായികളും കോൺഗ്രസിനാണ് വോട്ട് കൊടുക്കാറ്. എല്ലാവരെയും നമ്മുടെ ശത്രുക്കളായി കരുതി ഒഴിവാക്കിയാൽ രാജ്യത്തെ സാമ്പത്തികം വികസിക്കുമോ? എന്നുവച്ച് കൊലയാളികളെയും ഗുണ്ടകളെയും വെച്ച് പൊറുപ്പിക്കയോ? സാമൂഹ്യ വിരോധികളെ വെച്ച് പൊറുപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. പക്ഷേ നിങ്ങൾ ഗുണ്ടകളല്ലല്ലോ. ഈ സമയത്ത് അവരോട് എതിർക്കാൻ തുടങ്ങിയാൽ ടൗണിൽ വീണ്ടും ബോംബാക്രമണമുണ്ടാകും. പോലീസിനെ ആക്ഷൻ എടുക്കാൻ ഏൽപ്പിക്കൂ. സോമജിത്ത് കൈ ഉയർത്തി. പതുക്കെ സ്നേഹിത, പതുക്കെ. രാത്രിക്കു രാത്രി ഒന്നും മാറാൻ പോകുന്നില്ല. പോലീസ് കാശു തിന്നും. നിയമവിരോധികളും സാമൂഹ്യ വിരോധികളും രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരും പറയുന്നത് പോലെ നടക്കും. ആക്ഷൻ എടുക്കാൻ പറഞ്ഞാൽ ഉടനെ അവർ ചെയ്യാൻ പോകുന്നുണ്ടോ? ചമ്പകച്ചേട്ടന്റെ കാര്യത്തിൽ എടുത്തില്ല. ഭരതന്റെ സമയത്തും എടുത്തില്ല. ചമ്പകച്ചേട്ടന്റെ കാര്യം നമ്മൾ പറഞ്ഞതുമില്ല. ചമ്പകന്റെ കാര്യം എന്താ? ജയിലിൽ നിന്ന് പുറത്തു വന്നതും നക്സലായി പണിയെടുത്തില്ലേ? നമുക്ക് പറയാമായിരുന്നു. ഭരതന്റെ കാര്യത്തിൽ ചെയ്തു. ചമ്പകനെ കൊന്നതാരാണെന്ന് തോന്നുന്നു? തീർത്ഥൻ പറഞ്ഞു. നമ്മൾ വിഷയം മാറി സംസാരിക്കുന്നു. ചമ്പകനെ കൊല്ലിച്ചത് ദീനു ബാബു. മലയനെ കൊണ്ടു ചെയ്യിച്ചു. അഭീക് പറഞ്ഞു. അവൻ ഭവാനി ബാബുവിന്റെ ഫ്രണ്ടാണ്. ഭരതനോ? ഭരതനെയും ദീനു ബാബുവിനെയും കൊന്നത് തപൻ. അവനും ഭവാനി ബാബുവിന്റെ ഫ്രണ്ട്. ലാൽട്ടു ബാബു പറഞ്ഞു. ഇനിയും ഒരു കാര്യം അഭീക്, കൊലയാളികളുടെ കാര്യത്തിൽ പോലീസ് ആരെയും പിടിച്ച ശേഷം തെളിവും സാക്ഷികളും ഉണ്ടെങ്കിലല്ലാതെ ഒരാളെ കൊലയാളിയെന്ന് നിശ്ചയിക്കാനാവില്ല. ഈ വക കാര്യങ്ങൾ ഇനിയും അധികം പറയേണ്ട. ശരിക്കു പറഞ്ഞാൽ ടൈം ഇനിയും ആയിട്ടില്ല. തീർത്ഥൻ പറഞ്ഞു. നമ്മൾ വേണ്ടത്ര കരുതിയിരിക്കണം. എല്ലായിടത്തും ഒരു നോട്ടം വേണം. സമൂഹത്തിന്റെ ശത്രുക്കളുടെ കൊള്ള അധികരിച്ചാൽ രാജ്യമൊട്ടുക്കു തകിടം മറിക്കണം. അഭീക് പറഞ്ഞു. അങ്ങനെ വഴിക്ക് വരട്ടെ. നത്തിങ് ലൈക്ക് ഗൺ കൊണ്ടുള്ള പ്രയോഗം. സോമജിത്ത് പറഞ്ഞു. ഞാൻ തപനോട് സംസാരിച്ചു നോക്കണോ? വേണ്ട. ലാൽട്ടു ബാബു ഗർജിക്കുകയായിരുന്നു. തപൻ ഇന്ന് പഴയ തപനാണോ? അവന് കഴിവുണ്ടായിരുന്നു. കഴിവുള്ളത് കൊണ്ട് തന്നെ ഭവാനി ബാബു അവനെ റിക്രൂട്ട് ചെയ്തു. ആ ഭവാനി ബാബു നമ്മളോട് അനുഭാവം കാണിക്കുന്നു എന്ന് സമ്മതിച്ചു കൊടുക്കാൻ ഒരു ന്യായവുമില്ല. ഞാൻ പോകുന്നു. എനിക്ക് വേറെ പണിയുണ്ട്. നന്ദിത പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. അങ്ങാടിയിലെ വഴികൾ മഹാമോശമാണ്. ബാബുൾ പറഞ്ഞു. എന്നാൽ പിന്നെ ഇരുന്നു നേരം കളയുന്നതെന്തേ? ഞാൻ പോകുന്നു ലാൽട്ടു ചേട്ടാ, തീർത്ഥചേട്ടാ. അവൻ പോയ ശേഷം അഭീക് പറഞ്ഞു. പോകാം, നമുക്കും പോകാം. ഈ സ്ഥലം അത്ര നല്ലതല്ല. ഏതാനും പെൺകുട്ടികളല്ലേ വരുന്നത്. സോമജിത്ത് അകലെ നിന്നു തന്നെ എന്തോ ബഹളം കേട്ടു. ഉടനെ വലിയ തിരക്കും കണ്ടു. നന്ദിത എന്ന് വിളിച്ച് അവൻ മുന്നോട്ടോടി. തപൻ ആരെയോ പിടിച്ചിരിക്കുന്നു. അടിക്കുന്നുണ്ട്. അടക്കിയ സ്വരത്തിലാണെങ്കിലും ഗർജിക്കുന്ന സ്വരം കേൾക്കാം. ഇനിയും നിന്നെ തല്ലിയാൽ നീ ചത്തുപോകും രംഗീൻ. അതിനാൽ വിടുന്നു. പിന്നെ എല്ലാവരും കേൾക്കാനായി തപൻ ഉറക്കെ പറഞ്ഞു. ടൗണിൽ സ്റ്റേഷനിൽ വരുന്നവരും പോകുന്നവരും അങ്ങാടിയിലും വഴികളിലും നടക്കുന്നവരും ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുന്നവരുമായ പെൺകുട്ടികളുടെ നേർക്ക് അശ്ലീലമായി ഒച്ചവെക്കുകയോ എന്തെങ്കിലും പറയുകയോ അവരെ പിന്തുടർന്ന് ചെല്ലുകയോ അപമാനിക്കുകയോ എല്ലാം ചെയ്യുന്ന കാലം പോയി. ഞാനുള്ളിടത്തോളം ഇതൊന്നും നടക്കാൻ സമ്മതിക്കില്ല. മറ്റുള്ളവരോടും പറഞ്ഞേക്കൂ. എല്ലാവരും പോവിൻ. ഒരു പേടിയും കൂടാതെ പോകാം. എന്നെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അപമാനിച്ചാൽ അവനെ ഞാൻ നോക്കിക്കൊള്ളാം. അവിടെ കൂടിയിരുന്നവരെല്ലാം നിശബ്ദം. പോകാം, എല്ലാവർക്കും പോകാം. താങ്കളുടെ ടൗൺ. എല്ലാവർക്കും ഭയം കൂടാതെ വഴിയിൽ കൂടി നടക്കാം. ടൗണിൽ പെൺകുട്ടികൾക്ക് മാനത്തോടെ നടക്കുന്നതിലും അവരുടെ ചാരിത്രത്തിന്റെ കാര്യത്തിലും അനിശ്ചിതമായ ഭയം ഉണ്ടായിരുന്നുവല്ലോ.
ടൗണിന്റെ ആ മുഖഭാവം ഞാൻ തീർച്ചയായും മാറ്റും. രംഗീന്റെ ചുണ്ടും മൂക്കും ചതഞ്ഞു. രംഗീന്റെ ചുണ്ടും മൂക്കും ചതഞ്ഞു. പോലീസിന്റെ വണ്ടി വന്നു നിന്നു. ഓസി വളരെ നെർവസായി. പോലീസിന്റെ വണ്ടി വന്നു നിന്നു. ഓസി വളരെ നെർവസായി. എന്തുണ്ടായി തപൻ ബാബു? പതിവായിട്ടുള്ളത് തന്നെ. കൂടാതെ പോകാം. എന്നെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അപമാനിച്ചാൽ അവനെ ഞാൻ നോക്കിക്കൊള്ളാം. അവിടെ കൂടിയിരുന്നവരെല്ലാം നിശബ്ദം. പോകാം, എല്ലാവർക്കും പോകാം. താങ്കളുടെ ടൗൺ എല്ലാവർക്കും ഭയം കൂടാതെ വഴിയിൽ കൂടി നടക്കാം. ടൗണിൽ പെൺകുട്ടികൾക്ക് മാനത്തോടെ നടക്കുന്നതിലും അവരുടെ ചാരിത്രത്തിന്റെ കാര്യത്തിലും അനിശ്ചിതമായ ഭയം ഉണ്ടായിരുന്നുവല്ലോ. ടൗണിന്റെ ആ മുഖഭാവം ഞാൻ തീർച്ചയായും മാറ്റും. രംഗീന്റെ ചുണ്ടും മൂക്കും ചതഞ്ഞു. പോലീസിന്റെ വണ്ടി വന്നു നിന്നു. ഓസി വളരെ നെർവസായി. എന്തുണ്ടായി തപൻ ബാബു? പതിവായിട്ടുള്ളത് തന്നെ. ഈവ് ടീസിംഗ് ഇനി ഉണ്ടാവില്ല. രംഗീനെ ആരെങ്കിലും ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകൂ. ആരോ പതുക്കെ പറഞ്ഞു. ഈ തരത്തിൽ അടിച്ചിട്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ തപനാണ്. ഞാൻ അടിച്ചാൽ പിന്നെ അവൻ ബാക്കിയുണ്ടോ? ഇതൊക്കെ ഇത്ര നാളും ചെയ്തു. രംഗീൻ, ഇനി നീയല്ല ആരായാലും ഈവ് ടീസിംഗ് കണ്ടാൽ ശിക്ഷയാണ്. ഓസി ചോദിച്ചു. എന്താ, ഇവനെ പിടിക്കണോ? പിടിക്കാം. എന്നിട്ട് തലയുടെ പകുതി ഭാഗം മൊട്ടയടിച്ച ശേഷം വിട്ടേക്കൂ. നോർത്ത് ബംഗാളിൽ ഒരു SP അങ്ങനെയാണ് ചെയ്തത്. തപൻ നടന്നു നീങ്ങി. സോമജിത്തിന്റെ കണ്ണുകളിൽ 100 ചോദ്യം. തപൻ നോക്കിയതു തന്നെയില്ല. ടൈഗർ കൂടെ നടക്കുന്നുണ്ട്. ഇന്നു മുതൽക്ക് തന്നെ തുടങ്ങി? ശുഭസ്യ ശീഘ്രം. സോമജിത്തും അഭീക്കും എല്ലാം അന്തം വിട്ടു. എല്ലാം തുടങ്ങിയതല്ലേ ഉള്ളൂ. എത്ര നാൾ കൊണ്ടു നടത്താമെന്ന് നോക്കാം. നാളെ എല്ലാവരെയും വിളിച്ചു വരുത്തി സംസാരിക്കണം. ചെയ്യേണ്ടതെങ്ങനെയെന്ന് മനസ്സിലാക്കി കൊടുക്കണം. വാ, നമുക്കൊരിക്കൽ സ്റ്റേഷൻ വരെ പോകാം. കണ്ടമാത്രയിൽ ഓസി അമ്പരന്നു. കുറച്ചൊരു ഭയവും. പറഞ്ഞു. താങ്കൾ ഇത്രയും ബുദ്ധിമുട്ടി വന്നത്? രംഗീൻ എവിടെ? ആസ്പത്രിയിൽ മരുന്ന് വെച്ചു കെട്ടാൻ പോയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആക്ഷൻ ഞാൻ ഇനിയും ചെയ്യുന്നതാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റു ചിലരും ഇവിടെ വന്നേക്കും. അതായത് താങ്കൾ തന്നെ പിടിച്ചു കൊണ്ടുവരണം. പക്ഷേ ഇവിടെ വെച്ച് നോ ടോർച്ചർ ഓൺ ദം. വീണ്ടും പറയുന്നു, നോ ടോർച്ചർ. മനസ്സിലായല്ലോ? മനസ്സിലായി. താങ്കൾക്കും പല കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. തോന്നുമ്പോഴൊക്കെ നിർദോഷികളെ പിടിച്ചുകൊണ്ടുവന്ന് മർദ്ദിക്കരുത്. 24 മണിക്കൂർ കഴിഞ്ഞാൽ ലോക്കപ്പിൽ നിന്ന് കേസ് കോർട്ടിലേക്ക് എടുക്കണം. പിന്നെയും ഒരു കാര്യം, ലോക്കപ്പിലെ മരണങ്ങളും ആത്മഹത്യകളും ഇനി കുറയണം. താങ്കൾ എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. ഞാൻ പോകാൻ വന്നവനല്ല, നിൽക്കാൻ തന്നെ വന്നവനാണ്. എത്ര നാൾ ഉണ്ടാകുമോ അത്രയും കാലം എല്ലാ ജോലികളും വ്യവസായങ്ങളും ശരിക്ക് നടത്തും. താങ്കൾ എല്ലാവരും സന്തുഷ്ടരായി തന്നെ കഴിയും. പക്ഷേ എല്ലാവർക്കും അവരവരുടെ ജോലിയുടെ പാറ്റേൺ മാറ്റേണ്ടി വരും. പോലീസ് സ്റ്റേഷനെ പറ്റി പൊതുജനങ്ങൾക്ക് വെറുപ്പാണ്. താങ്കൾ ഇവിടെ സമ്പാദിക്കാൻ വന്നിരിക്കുന്നു. സമ്പാദിച്ചു പോകൂ. അതോടൊപ്പം കുറച്ച് പബ്ലിക്കിനെ തൃപ്തരാക്കാനും സന്തോഷിപ്പിക്കാനും. അതുകൊണ്ടാകും നമ്മളുടെ ജനത പോലീസ് അനങ്ങുന്നു എന്നു കണ്ടാൽ സന്തുഷ്ടരായി. എല്ലാം ഓർക്കാം. രംഗീൻ വന്നാൽ അവനെ വീട്ടിലേക്ക് അയച്ചേക്കൂ. ആവാം. താങ്കൾക്ക് പോകാം. തപൻ ടൈഗറിനോട് പറഞ്ഞു. നിനക്കും പോകാം. എനിക്കൊറ്റയ്ക്ക് പോകാനാകും. വഴി മുഴുവൻ ഇരുട്ടാണ്. പിന്നെ നിനക്കും തനിച്ചു പോകേണ്ടി വരില്ലേ? എനിക്കിപ്പോൾ ഒന്നും സംഭവിക്കില്ല. കുറച്ചുനാൾ നിൽക്കാനാകും. എന്നാലും സൂക്ഷിച്ചിരിക്കണം. തപന്റെ ഈ ഒരൊറ്റ പ്രവൃത്തി ടൗണിനെ ആകമാനം തകിടം മറിച്ചു. അഭീക് പറഞ്ഞു. നമ്മൾ ചെയ്യേണ്ട കാര്യം തപൻ ചെയ്ത് കടന്നുപോയില്ലേ? സോമജിത്ത് പറഞ്ഞു. തപൻ ഒരിക്കലും മദ്യപാനം ചെയ്തിട്ടില്ല. പെൺപിള്ളേരുടെ കാര്യത്തിലും വൃത്തികേടായി ഒരിക്കലും ഒന്നും ചെയ്യാറില്ല. നന്ദിത പറഞ്ഞു. അതിലുമൊക്കെ നിന്ദനീയമായ അതിഭീകരമായ കാര്യം ചെയ്തുവല്ലോ. എന്നാലും ഞാൻ ഇന്നു പറയുന്നു, ഞങ്ങൾ തപൻ കാരണം ഇന്നു രക്ഷപ്പെട്ടു. അതുമല്ല, നല്ല പേഴ്സണാലിറ്റിയുമുണ്ട്. അതുണ്ട്, നല്ല പോലെയുണ്ട്. നന്ദിത തുടർന്നു പറഞ്ഞു. എനിക്കെന്തോ വിശ്വാസമാവുന്നില്ല. ഇതവരുടെ സ്റ്റണ്ട് അല്ലാതെ മറ്റൊന്നുമല്ല. അഭീക് ചോദിച്ചു. എന്തിനു ചെയ്യണം? സോമജിത്ത് പറഞ്ഞു. നോക്കാമല്ലോ. ദീനുബാബുവിന്റെ വീട് ആകെ മാറി. ഔട്ട് ഹൗസിനു മുന്നിൽ വസുന്ധര കെട്ടിട നിർമ്മാണം, വസ്തുക്കളുടെ കൊടുക്കൽ വാങ്ങൽ, പരിഷ്കരണം, വികസന കാര്യങ്ങൾ എന്നിവയുടെ കാര്യനിർവഹണ ഓഫീസ് എന്നൊരു ഹോർഡിംഗ്. ഇത് ഭവാനി ബാബുവിന്റെ മരിച്ചുപോയ ഭാര്യയുടെ പേരിലാക്കിയതാണത്രേ.
ബോർഡിന്റെ പ്രസിഡന്റ് മോഹൻലാൽ ബാബു, മാനേജിംഗ് ഡയറക്ടർ തപൻ. മലയൻ പറഞ്ഞു, മാനേജ് ചെയ്യണം, നടത്തുകയും വേണം. പ്ലാൻ നല്ലതാണ്. ശുക്കുബാബു പറഞ്ഞു, ഭവാനിക്ക് കഴിവുണ്ട് എന്നു തന്നെ പറയണം. ഭാര്യ ഇന്നാണോ മരിച്ചത്? ആഹാ, തനി ദുർഗാദേവി തന്നെ. അവരെ ഭവാനി ഇന്നും മറന്നിട്ടില്ല. അവരുടെ ഒരു പടം വേണ്ടതായിരുന്നു. ഔട്ട് ഹൗസിന്റെ വലിപ്പവും ചെറുതല്ല. ദീനുബാബു ഉള്ളപ്പോൾ, ദീനുബാബുവിന്റെ നല്ല കാലത്ത് 8-10 പേർ ഇവിടെ താമസിച്ചിരുന്നു. ശുക്കുബാബു പറഞ്ഞു. മുഴുവൻ ഫർണിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കയാണ്. തപൻ, നിനക്കേത് മുറി വേണമെന്ന് നോക്കി പറയാം. 2 നില വീട്, പിൻവശത്തേക്ക് തോട്ടത്തിൽ നിന്ന് മറ്റൊരു കോണി, നേരെ 2-ാം നിലയിലേക്ക് പോകുന്നുണ്ട്. അടച്ചുകെട്ടിയ വരാന്ത, മുകളിൽ 3 മുറി, 1 ബാത്റൂം. തപൻ പറഞ്ഞു, മൂലയിലെ മുറി മതി. അതിനോട് ചേർന്ന് കുളിമുറിയുണ്ടല്ലോ. ജനലുകൾക്കെല്ലാം കമ്പിവല വേണം. കട്ടിലുമുണ്ട്, ചുമരലമാരയുമുണ്ട്. ഒരു മേശയും കസേരയും കൂടി വേണ്ടതാണ്. മറ്റെന്തെങ്കിലും? ഇനി എന്താ? ഗോദ്രജിന്റെ ഒരു അലമാര വേണ്ടിവരും. മുകളിലാകെ നീ മാത്രം മതി. നിന്റെ കൂട്ടുകാരുമുണ്ടല്ലോ. എത്ര ദിവസത്തിനകം തയ്യാറാവും? 7 ദിവസത്തിനകം. ശുക്കുബാബു തലയാട്ടി. ദീനു വലിയ വീട് വിട്ട് ഇവിടെ താമസമാക്കാമെന്ന് പറയാറുണ്ട്. അവനും ഭാര്യയും മാത്രം. മനുഷ്യൻ ഒന്ന് വിചാരിക്കുന്നു, സംഭവിക്കുന്നത് മറ്റൊന്ന്. ശുക്കുബാബു തപന്റെ നേർക്ക് നോക്കി. ജനിച്ചാൽ മരണവുമുണ്ട്. ആർക്കെത്ര ആയുസ് എന്നൊക്കെ അളന്ന് വെച്ചിരിക്കുന്നു. ജാതകവും മറ്റും നോക്കി ചേർന്നതിന് ശേഷമാണ് മകളുടെ കല്യാണം. അവൾ 3 വർഷത്തിനകം വിധവയായി. മകനുണ്ട്, വിഭാവ സുദത്ത. പേര് കേട്ട് കാണും. ഫുട്ബോൾ കളിക്കാറുള്ളവനോ? ഫുട്ബോൾ കളിക്കും. നീന്താൻ മിടുക്കൻ. എന്നും ഫസ്റ്റ് വരാറുണ്ട്. എന്റെ ജ്യേഷ്ഠനും മക്കളില്ല. എല്ലാ സ്വത്തിനും അധികാരി. വംശത്തിന്റെ രത്നമായിരുന്നവൻ. കാലിന്മേൽ ആണി കയറി ടെറ്റനസായി അവൻ മരിച്ചു പോകും എന്നാരെങ്കിലും വിചാരിച്ചോ? ശുക്കുബാബു കനത്ത ദീർഘശ്വാസം വിട്ടു. എന്റെ മകൾക്ക് ഭ്രാന്തായി. അവളുടെ അമ്മ അന്ന് കിടക്കയിൽ വീണതാണ്. ഞാനൊന്നും ഇനി ചിന്തിക്കുന്നില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം ആർക്ക് കിട്ടും? ആരറിഞ്ഞു? ജഗത്താരൻ മഠത്തിൽ പണം കൊടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മുറി എപ്പോൾ വേണമെങ്കിലും കിട്ടും. അവിടെ പോയി കഴിയാം. താങ്കളുടെ സഹോദരൻ മകുടബാബു? അവന് ഏറെക്കാലമായി കാണാനേയില്ല. സ്വത്തെല്ലാം അവന്റെ മകൾക്ക് കിട്ടാനും മതി. തലയിലെഴുത്തുപോലെ വരും. മകൾ വിധവ, ദൗഹിത്രൻ മരിച്ചു. എന്നിട്ട് ഇനിയും ആർക്കു വേണ്ടിയാണ് ശുക്കുബാബു ഭവാനി ബാബുവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? പണമുണ്ടാക്കാനോ? പണം കൊണ്ട് എന്താണ് ആവശ്യം? ശുക്കുബാബുവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. ഒരുവിധം പഠിപ്പുമുണ്ട്. എത്ര പണം ചെലവാക്കി കല്യാണം കഴിച്ചു കൊടുത്തു. അതും ശ്വാസരോഗവും മറ്റുമുള്ള ഒരു പണക്കാരന്റെ മകന്റെ കൂടെ. ചെറുക്കന്റെ വയസ്സും വളരെ അധികം. എന്തിനിങ്ങനെ ഒരു വിവാഹം ശുക്കുബാബു തന്റെ മകൾക്ക് ചെയ്തു കൊടുത്തു? ഇപ്പോൾ ഓർക്കുകയാണ്. മണ്ഡൽ ഡോക്ടറുമായി ലവ് ഉണ്ടായിരുന്നു. ആ വിവാഹത്തിന് സമ്മതിച്ചിരുന്നെങ്കിൽ അന്നത് തോന്നിയില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ലവ് മാരേജ് ചെയ്തിട്ടില്ല. പിന്നെ ജാതകവും ചേർന്നു കിട്ടി. അതൊക്കെ പോട്ടെ. 7 ദിവസത്തിനകം ആഫീസ് തുറക്കാൻ ഇവിടം തയ്യാറാകും. നമ്മൾ ഭൂമി വിൽക്കുമെന്ന് പറയുന്നു. ഭൂമി എവിടെയാണ്? ഭവാനി ബാബുവും മോഹൻലാലും കൂടി നവലെ ചണ്ഡീഘാട്ടിൽ 60 ഏക്കർ സ്ഥലം വാങ്ങിച്ചു വച്ചിരിക്കുന്നു. ഞാൻ തന്നെയാണ് വാങ്ങിപ്പിച്ചതും. ഈ ഗോർമാൻ വരും എന്നറിയാമായിരുന്നു. ഇവർ വന്നാൽ നിലവും മറ്റും സ്വന്തമാക്കി വെക്കാൻ സമ്മതിക്കില്ല എന്നുമറിയാം. അത് റെയിൽവേ ലൈനിനരികിലല്ലേ? അതെ. നവലെ ചണ്ഡീഗഡ് സ്വാതന്ത്ര്യസമരകാലത്ത് തൂക്കുമരം വിധിച്ചവരുടെയാണ്. രക്തസാക്ഷിയായ നകുൽ വിശ്വാസിന്റെ ഗ്രാമം. അത്രയധികം ഭൂമി ആരുടെ ആയിരുന്നു? ഭൂമി ആരുടെയെങ്കിലും ആവണമോ? കുറച്ചൊരു ജമീന്ദാരുടെ, കുറച്ച് കർഷകന്റെ. എല്ലാം പോകും. ആർക്കും പിടിച്ചുവെക്കാനാവില്ല. സൂത്രം ഉപയോഗിച്ച് വാങ്ങിച്ചിട്ടതാണ്. എന്നിട്ട് ഇനി ഭൂമി ഡെവലപ്മെന്റ് ചെയ്യുക തന്നെ. ഭൂമി വീട് പണിയാനുള്ള വിലയ്ക്ക് വിൽക്കുക. ആരെങ്കിലും വാങ്ങിക്കുമോ? വാങ്ങിക്കുമോ എന്നോ? കാച്ചറപാട, നൈഹാട്ടി എന്നീ സ്ഥലങ്ങൾ വികസിക്കുകയല്ലേ. ഈ ടൗൺ തന്നെ എത്ര വലുതായി കഴിഞ്ഞു. നല്ലപോലെ പരസ്യം ചെയ്യണം. പോസ്പെക് വളരെ നല്ലതാണ്. കിഴക്കുവശം നാഷണൽ ഹൈവേ, പടിഞ്ഞാറ് റെയിൽവേ സ്റ്റേഷൻ, പടിഞ്ഞാറ് റെയിൽവേ ലൈൻ.